ഭരണാധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ദിവസം തീരുമാനിച്ചു, എനിക്ക് സൃഷ്ടികൾ ഉണ്ടാകണം. അങ്ങനെ അല്ലാഹു സൃഷ്ടികർമ്മം നിർവഹിച്ചു. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുഹമ്മദ് നബി തങ്ങളുടെ നൂറിനെയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇമാം ഇബ്നു സഅദ് തബഖാത്തിൽ ഉദ്ധരിക്കുന്നു, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെയാണ് പടച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ, നൂറ നബിക യാ ജാബിർ, ഓ ജാബിറെ, നിങ്ങളുടെ നബിയുടെ നൂറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. നൂറെന്ന് പറഞ്ഞാൽ അർറൂഹുൽ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ, ഒളിവിനെ, പ്രഭാവത്തെ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിനെ ആദ്യം അറിഞ്ഞതും ആദ്യം അനുസരിച്ചതും ആദ്യം ഉൾക്കൊണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ്. അതുകൊണ്ടാണ് ഖുർആനിൽ മറ്റൊരു സ്ഥലത്തുള്ളത്, അന അവ്വലുൽ മുസ്ലിമീൻ, ആദ്യത്തെ വിശ്വാസി ഞാനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയെ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധന നിർവഹിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന ഖുർആനിന്റെ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങളിൽ ഏറ്റവും ഉന്നതരായവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത്? അത് ഹദീസിൽ വിശദീകരിച്ചു, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്നവനും ആ തഖ്വ ചെയ്യുന്ന ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും തഖ്വ ചെയ്യുന്ന ആൾ ഞാനാണ്. ഏറ്റവും തഖ്വ ചെയ്യുന്ന ആൾ അക്രമാണ്. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂമിൽ ഹാദിസിൽ അനമ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ഉത്തമ സൃഷ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ആദ്യത്തെ സൃഷ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ആദ്യത്തെ വിശ്വാസി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം യൂസുഫ് അസ്സാലിഹി അശ്ശാമി വ്യത്യസ്തമായ നിവേദനങ്ങളിലൂടെ സുബുൽ ഹുദയിൽ കൊണ്ടുവന്നത് കാണാം. അന നബിയ്യുൻ വ ആദമു മുജ്തദലു ഫീ ത്വനതിഹി, ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ആദം നബിയെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയ ലോകത്ത് ഇവിടെ ഉണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, ആ ഹബീബായ തങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു തന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അത്യുത്തമനായ ഒരു ദൂതൻ നിങ്ങളിലേക്ക് നിയോഗിച്ചു തന്നു. ആ അത്യുത്തമനായ ആ ദൂതൻ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമുക്കിവിടെ പിതാവിനെ നൽകി, മാതാവിനെ നൽകി, പാർപ്പിടങ്ങൾ നൽകി, ബുദ്ധി നൽകി, വിവേകം നൽകി, ഇവിടെ എന്തെല്ലാം അനുഗ്രഹങ്ങളെ നൽകിയോ അതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ബുഇസത റസൂലുള്ളാഹ്. ഇബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബി തങ്ങളുടെ നിയോഗമാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയ, ഈ ലോകത്ത് ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയ മാസത്തിലാണ് നാം ഉള്ളത്. ആർക്കാണ് ആനന്ദിക്കാതിരിക്കാൻ കഴിയുക? ആർക്കാണ് ആഹ്ലാദിക്കാതിരിക്കാൻ
ഉണ്ടായ നാൾ, എൻ്റെ ഉപ്പാക്ക് വലിയ സന്തോഷം കിട്ടിയ നാൾ. ഇതെല്ലാം ഒരാൾക്ക് ആനന്ദമുണ്ടാകണമെങ്കിൽ, ആനന്ദമുള്ള കാരണമാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അന്നിഅമത്തുൽ കുബ്റാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമാണ്, ആനന്ദമാണ്, ആഗമനമാണ്. ആ ആഗമനത്തിന്റെ വസന്ത വാസ്മാസത്തിലാണ് റബീഉൽ അവ്വലിലൂടെ നാം ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. അഹ്യാ റബീഉൽ ഖൽബി, വിശ്വാസികളുടെ ഹൃദയത്തിന്റെ വസന്തമാണിത്. ഈമാനുള്ളവരുടെ ഉള്ളിടങ്ങളിൽ സന്തോഷങ്ങളിൽ കൊള്ളുന്ന മാസമാണ്. കാരണം ഈമാനുള്ളവരെ കുറിച്ചാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ ഉൾക്കൊള്ളുന്നവർ ഈമാനുള്ളവരാണ്. അതുകൊണ്ടാണ് സ്വലാത്തുകളെല്ലാം പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരേ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ. നിങ്ങൾക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന സ്ഥലത്ത് യാ അയ്യുഹന്നാസ് എന്നല്ല പ്രയോഗിച്ചത്. ഖുർആനിൽ എത്രയോ പ്രമേയങ്ങൾ, സംബോധനകൾ വന്നത് യാ അയ്യുഹന്നാസ് എന്നാണ്. ലോകത്തെ എല്ലാത്തിനെയും റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടോ? ലോകത്തെ എന്തിനെയെല്ലാം റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം ഉത്തമരായ സൃഷ്ടിയാണ് അതാ ജൗഹറത്തുൽ തൗഹീദിൽ ഇബ്രാഹിമുൽ അഖാനി തങ്ങൾ വളരെ മനോഹരമായി എഴുതുകയാണ്. നിരുപാധികമായി പറയാം, അല്ലാഹു പടച്ചതിൽ ഏറ്റവും അത്യുന്നതരായ സൃഷ്ടി ആരാണ്? റഹ്മത്തുൽ അലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഇമാമേ അഹ്മദ് റിളാ ഖാൻ ഫാദിലി തങ്ങൾ പറഞ്ഞത്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോं से आला हमारा नबी. അല്ലാഹു പടച്ചതിൽ ഏറ്റവും ഉന്നതർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ സൂക്തങ്ങളെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ കടന്നു വന്ന നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒക്കെ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈശ്വരവാദികൾ പൊതുമാധ്യമങ്ങളിൽ അഹങ്കാരങ്ങൾ വിളമ്പുന്ന കാലമാണ്. ഇന്ന് കണ്ടില്ലേ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ്? ലോകത്തെ ഏറ്റവും വിദ്യുക്തമായി തെളിയിക്കപ്പെട്ട ഒരു വാദമേ ഉള്ളൂ. അത് ഏതാണ്? ഈ ലോകം മുഴുവൻ അല്ലാഹു ആകുന്ന പരമാധികാരി സൃഷ്ടിച്ച് പരിപാലിച്ചതാണ്. ഈ ഏകദൈവ വിശ്വാസത്തോളം പ്രാമാണികമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസവും ഒരു പ്രസ്താവനയും ലോകത്ത് വന്നിട്ടില്ല. പല വിശ്വാസങ്ങളും പല വാദങ്ങളും പല ഭാഗത്തും ഉണ്ടാകും. എന്നാൽ പ്രാമാണികമായി ഏറ്റവും വ്യക്തമായി തെളിയിക്കപ്പെട്ടത് ഈ ലോകം മുഴുവൻ
സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പരാശക്തിയുണ്ട്. നിന്റെ അന്വേഷണത്തിന്റെ അവസാനം അവിടെയാണ് നീ എത്തുക. കാരണം സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഖുർആനിന്റെ യാഥാർത്ഥ്യത്തെയും പ്രപഞ്ചാധിപന്റെ സാന്നിധ്യത്തെയും അറിയിക്കാൻ ഈ ലോകത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാമാണികമായി തെളിയിക്കാൻ പറ്റുന്നത് അല്ലാഹുവിന്റെ അസ്തിത്വമാണ്. വേറൊരു വിശ്വാസവും അത്രമേൽ പ്രാമാണികമല്ല. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ പ്രപഞ്ചാധിപനായ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗമാകുന്ന മലക്കുകളെ അല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമുള്ള പ്രകൃതിയിൽ പടച്ചു പോയില്ലേ? പിന്നെ അവർക്ക് ഒരു നിയമത്തിന്റെയും ആവശ്യമില്ല, ഒരു വ്യവസ്ഥയുടെ ആവശ്യമില്ല, ഒരു ഭരണഘടനയുടെ ആവശ്യമില്ല. അവർക്ക് അല്ലാഹു ഇമ്പോർട്ടറിയായി ഒരു നിയമം നൽകിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഇമ്പോർട്ടറിയായി ഒരു നിയമം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ്. ആകാശഭൂമികളിൽ ഉള്ളത് മുഴുവൻ അല്ലാഹുവിന്റെ വ്യവസ്ഥിതികൾ അനുസരിച്ച് അവന്റെ തസ്ബീഹ് ചൊല്ലുകയാണ്. വളർന്ന് മേലോട്ട് വരുന്നൊരു തെങ്ങില്ലേ, ആ തെങ്ങിന്റെ അടുത്തുള്ള ഒരു മരത്തിന്റെ ചില്ല ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ വളഞ്ഞുകൊണ്ട് മേലോട്ട് പോകാനുള്ള പ്രകൃതി ആരാണ് സംവിധാനിച്ചതറിയുമോ? അത് നിങ്ങളെയും എന്നെയും പോറ്റി വളർത്തുന്ന ഏകാധിപതിയും ചക്രാധിപതിയുമായ ഖാലിഖായ റബ്ബാണ്. അതുകൊണ്ട് എൻ്റെ അറിവിന്റെ പ്രകാശത്തിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ,